ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ദോശമെന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പം ഇന്ന് എന്താക്കിയ ഉഴുന്ന് ദോശയാണ്. ഉഴുന്ന് ദോശ പറഞ്ഞാൽ ഉഴുന്ന് ദോശൻ്റെ മാവ് ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒരു മടിയൊക്കെ ഉണ്ട് ദോശക്കല്ലുമെന്ന് വരാൻ. രാവിലെ എണിച്ചപ്പോൾ എടുത്ത് വെച്ചൊക്കെ ചെയ്തു പുറത്ത് കുറച്ച് നേരം. പക്ഷെ എന്നാലും ഒരു വല്ലാത്തൊരു മടിയൊക്കെ ഉണ്ട്. അതെന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഉറപ്പായില്ലേ, അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് എടുത്ത് വെക്കണേ. ഇന്നലെ രാത്രി എടുത്ത് പുറത്ത് വെക്കണമായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇന്ന് കൊടുക്കണത് ചോറ്, സ്കൂൾ കൊടുത്തയക്കണത് ചോറാണ്. പേരേന്ന് ഇവിടുന്ന് നാഷ്ട കഴിച്ചിട്ട് പോകാനാണ് ദോശ കേട്ടോ. അപ്പോൾ പിന്നെ സ്കൂൾ കൊടുത്തയക്കുകയാണെങ്കിലല്ലേ ഇപ്പം നമുക്ക് കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ കൊടുത്തയച്ചൊരു സങ്കടം ഉണ്ടാകുക, തിന്നില്ലേ എന്നൊക്കെ അല്ലേ ഒരു സങ്കടം ഉണ്ടാവല്. അങ്ങനെ പിന്നെ രാവിലെ എണിച്ച് ചായ ഒക്കെ വെച്ച് കണ്ടിയിലൊക്കെ ഒഴിച്ചെല്ലാം വെച്ചിട്ട് പിന്നെ എന്താക്കി ദോശ ഇടാനും ഒരുങ്ങി നിന്ന്. അങ്ങനെ പിന്നെ ദോശ ഇട്ടുകൊണ്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം അതിങ്ങനെ ദോശ കല്ലുമ്മലിട്ട് വട്ടം പരത്തിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുള്ളൂ മക്കളെ. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കുന്ന കുട്ടിയെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപ്പേരിയും മുട്ട പൊരിച്ചതും ഇതാണ് കേട്ടോ. അതൊന്നും പിന്നെ ഇതാക്കണമെന്നില്ല. അങ്ങനെ പിന്നെ ഉപ്പേരി ആക്കി വെച്ച് പിന്നെ മുട്ട പൊരിച്ച് വെച്ച് കുട്ടികളെ പാത്രത്തിലൊക്കെ ആക്കി ദോശ ഇട്ട് ദോശക്ക് ചട്ടിനി എല്ലാം അരച്ച് വെച്ച് അതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താക്കി കുട്ടികളെ തലവാർന്ന് കൊടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. അല്ല ഈ പെരിച്ച ഇതിൽ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവത് ദിവസവും ഈ മാന്തി പറിച്ചിട്ടുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഇതിലെന്തുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈ മാന്തി പറിച്ചിട്ടുന്നത്. അതിൽ പ്ലാസ്റ്റിക്കേ ഉള്ളു പെരിച്ചായേ, വേറെ ഒന്നും ഇല്ല അതിൽ. അങ്ങനെ പിന്നെ മിറ്റടിക്കാൻ നിന്ന് കേട്ടോ. മോളെ ഞാൻ ചെയ്തിട്ടാകെ കുഴപ്പത്തില, അവക്കാലത്തെ നീക്കൂല മുറ്റ മടിക്കൂല പല്ലും കൂടി തേക്കൂലേ. ഇടേ മോളെ ഞാൻ ചെയ്തിട്ടാകെ കുഴപ്പത്തില, അവൾ കാലത്തേണിക്കൂല മുറ്റ മടിക്കൂല പൽ തേക്കൂലേ. എന്താക്കി മിറ്റെല്ലാം അടിച്ച് ഇപ്പം കഴിഞ്ഞ ആഴ്ചയായിട്ടല്ലേ മക്കളെ ഞങ്ങൾ കണ്ടതാ വീഡിയോ. ഫുള്ള് കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയത്. എത്ര വൃത്തിയാക്കിയാലും കാടിങ്ങ് വളർന്ന് എത്ര പറിക്കട്ടെ കൊത്തട്ടെ എന്തായാലും ശരി ഒരാഴ്ച ഉണ്ടാവും മര്യാദക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വളരുന്ന വല്ല ചീരച്ചപ്പോ മത്തഞ്ചക്കോ കാക്കാച്ചപ്പോ ഇതൊക്കെ വളരുകയാണെങ്കിൽ ഒരു ചാറായി. അങ്ങനെ തന്നെ ബേക്കിലെ ഭാഗമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടോ. അങ്ങനെ തന്നെ ബേക്കത്തെ ഭാഗമെല്ലാം മിറ്റടിച്ച് കഴിഞ്ഞ് മുന്നിലേക്ക് വന്ന് കുറേ ആൾ എന്നോട് കമൻറ്റിലും പേഴ്സണലായിട്ടൊക്കെ അറിയിച്ചിന് ഹോം ടൂർ വേണമെന്ന്. കുറച്ച് കഴിയട്ടെ കേട്ടോ, ഒരു 200 സബ്ബാവട്ടെ. എല്ലാവരും വേഗം സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണിട്ടോ. സപ്പോർട്ടും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. നിങ്ങളെ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും ഫ്രണ്ട്സേക്കും ഒക്കെ അയച്ചു കൊടുക്കും മക്കളെ. എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്ത് സബും ചെയ്ത് നമ്മളൊന്ന് കുറച്ച് മുന്നോട്ട് പോട്ടെ. പക്ഷെ പിന്നെ ഇത് ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിന്ന് വലിയ റവന്യൂ കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വിചാരിച്ച് തുടങ്ങിയതൊന്നല്ല. എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടി ഇനി മുന്നോട്ടേക്ക്. ഇതിലൊക്കെ കിട്ടണ കുറേ കാരണങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയണതാണല്ലോ. പിന്നെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി വെക്കുമ്പോൾ എൻ്റെ പൊന്നോ, ഇന്നലെ രാത്രിക്കത്തെ ചോറും മത്തൻ ചപ്പ് താളിച്ചതും ഉണക്കമീൻ പൊരിച്ചതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉച്ചക്ക് ഞാനല്ലേ ഉള്ളൂ. ഇതിനൊക്കൂലല്ലേ ഒരു കുഴിമന്തിയും അൽഫാമും ബ്രോസ്റ്റും ബിരിയാണി ഒന്നും ഈ ഒരു കറിക്ക് ഒക്കൂലല്ലേ. നമ്മൾ ഈ ചപ്പ് താളിച്ചത് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ച് താളിച്ച മത്തൻ ചപ്പായാലും മുരിങ്ങച്ചപ്പായാലും നല്ലോണം ഒരു ഉണക്ക് പൊരിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കൂല. പക്ഷെ എനിക്കിതിങ്ങനെ കാണുമ്പോൾ സത്യമായിട്ടില്ലേ എനിക്ക് ഓർമ്മ നമ്മൾ പ്രവാസി കുഞ്ഞാങ്ങളാരെയാണ് കേട്ടോ. ഓരിക്കേർക്ക് ഇത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. ഓർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യൽ.
നമ്മളീ പ്രവാസിയിലുണ്ടല്ലോ നമ്മളെ കുറേ കുഞ്ഞു കുഞ്ഞു ആങ്ങളാരും ഏട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ടല്ലോ ഓരാണ്. അതിന് അതൊക്കെ എല്ലാ പാത്രങ്ങളും അതൊക്കെ ഒഴിവാക്കി വെച്ച് എന്താക്കി ഉള്ളുന്നുണ്ടായതൊക്കെ പുറത്തേക്ക് പാത്രം കാമ്പലിച്ചിട്ടിട്ടോ. എന്നാൽ പിന്നെ ആ ചോറും കറി ആ ചെമ്പ് തന്നെ ഇട്ടിട്ടും ആ കറിച്ചട്ടി വലിയൊരു കറിച്ചട്ടി ഒന്നും അവിടെ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഒരു പാത്രത്തിൽ കട ഒഴിവാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാലിയാകുന്ന സമയത്തൊന്നും നമുക്ക് തേച്ചിക്കാട് എടുത്തേക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ സത്യത്തിന് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കറി വെച്ച് കറിച്ചട്ടിയിൽ തന്നെ വെക്കുക. ചോറ് പിന്നെ കുറേയൊക്കെ ചോറില്ലോണ്ട് ആ ചോറും ചെമ്പ് അതിൽ തന്നെ അങ്ങോട്ട് ഇടും. അതിൽ തന്നെ അവിടെ വെച്ചിട്ട് എന്താണ് വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേനും ചോറ് വേണമെങ്കിലും ഒന്ന് ചൂടാക്കി കൊടുക്കും ചില. അപ്പോൾ പിന്നെ വേറൊരു ചെമ്പൊക്കെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് ചോറ് എനിക്ക് തിന്നാനുള്ള ചോറൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഞാൻ ചോറും കറിയും വെക്കൽ കുറവ്. കുട്ടികളില്ല ദിവസം മാത്രം ഉച്ചക്ക് ചോറും കറിയും വെക്കുള്ളൂ. കുട്ടികൾ യോസ്കൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രം ഉച്ചക്ക് ചോറും കറിയും. ഇല്ലെങ്കിൽ ഇപ്പം അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ മക്കൾ സ്കൂളിൽ പോണവർ പെരക്കാണുങ്ങളില്ലാത്തവരും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇല്ല ചോറും കറി. ഇനിയിപ്പോൾ രാവിലത്തെ 2 ദോശ ബാക്കിയുണ്ടെന്നുണ്ട്, ഒരു കഷ്ണം പുട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിലും അതും ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് അങ്ങ് കഴിച്ചോടും. അല്ലാണ്ട് ഉച്ചക്ക് അമ്മക്കായിട്ടൊന്ന് വെക്കാനും വിളമ്പും. അല്ലെങ്കിൽ ഞമ്മക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുക. നമ്മളെ മക്കൾക്കും നമ്മളെ കൂടപ്പിറപ്പുകൾക്കും നമ്മളെ ഭർത്താക്കന്മാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കൽ. അല്ലാതെ ഓർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കും. ഞമ്മക്കും വേണ്ടിയിട്ട് നമ്മൾ വെക്കുക നമുക്ക് വേണ്ടിയിട്ട് തിന്നൊന്നും ചെയ്യൂലല്ലേ. അങ്ങനെ പിന്നെ എന്താക്കില്ല പാത്രങ്ങളൊക്കെ കഴുകി തേച്ചേക്ക് വെച്ചിട്ട് ഗ്യാസ് അടുപ്പ് തേച്ചെകണില്ല കേട്ടോ. തേച്ചകൽ ഉള്ളൊക്കെ അടിച്ചു വാരിയിട്ടാണ്. എന്താ പറയുക താഴെ വെള്ളം പോവുകയൊക്കെ ചെയ്യില്ല നമ്മളത് തേച്ച് പിന്നെ അടിച്ചു വരുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ എന്താക്കും തൽക്കാലം ഒന്നും എന്താക്കും ആ വീതന്മക്കൂടി ഇല്ല ആ ഒരു വറ്റവും കാട്ടവും പിന്നെ അടിക്കാട്ടും എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവില്ലേ ചോറിൻ്റെയും ചാറിൻ്റെത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുക ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ നേരെ പോയി അല്ലാ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരവസ്ഥ. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ റൂമിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ എത്ര എടുത്ത് വെച്ചാൽ ഇതാ മേക്കപ്പ് ബോക്സ് വേറെ, പുതപ്പ് ഇസ്തിരിടാൻ പിടിച്ച പുതപ്പ് വേറെ, അങ്ങനെ ഓരോരോ സാധനം ഉണ്ടാവും ഓരോരോ ഭാഗത്തു കൂടി വലിച്ചിട്ട് വെച്ചിട്ട്. ഇതൊക്കെ ഇനിയിപ്പം എത്ര മക്കളോട് എടുത്ത് വെക്കിയെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്, എത്ര തന്നെയാണ്. പിന്നെ ഓരെ പറഞ്ഞിട്ടും കാര്യമില്ല. രാവിലെ മദ്രസ പോവുക, അത് കഴിഞ്ഞ് 6 മണിക്കാകുമ്പോൾ മദ്രസ പോവുക, അടുക്കണം. എന്താ പറയുന്നത്, ഇടിവെട്ടി എൻ്റെ തലക്ക് പാമ്പ് കടിച്ച് തരുന്ന പോലത്തെ അവസ്ഥയായി. പിന്നെ എന്താക്കി അതവിടെ കിടക്കട്ടെ, പൊറുക്കി വെക്കണം. പൊറുക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അത് പൊറുക്കി വെക്കണം. പിന്നെ അതൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ട് എന്താക്കി ഞാൻ അപ്പുറത്ത് റൂമിൽ പോയി. ഇനിയിപ്പോൾ തന്നെ കെട്ടി മറന്നും കൊണ്ട് നിൽക്കാൻ കഴിയൂല എന്നും പറഞ്ഞിട്ട് ഞാൻ എന്താക്കി അപ്പുറത്തെ റൂമിൽ പോയി. റൂമിൽ പോയി അതൊക്കെ ഒന്ന് എന്താക്കി തട്ടിയിടട്ടെ. ഇനിയിപ്പോൾ അത് പൊറുക്കാൻ നല്ല അതിൻ്റെ ആ പാത്രത്തിൽ ആ വീണ മേക്കപ്പ് ബോക്സിൻ്റെ ആ പാത്രത്തിൽ നിന്ന് ഫുള്ള് ബീഡ്സും മുടിക്കൊണ്ട് എല്ലാം പൊറുക്കാൻ അതിനവിടെ. അത് ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ അടിച്ചു വരാൻ വേണ്ടി പോകുമ്പോൾ പൊറുക്കിയെടുത്ത് വെക്കാം. ഇതന്നെയാണില്ലേ പണി. ഇന്നലെ ഇപ്പം എല്ലാതും തട്ടലും കൊട്ടലും അടിക്കലും പാരലൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കടന്നിരുന്ന് നേരം വെളുത്തപ്പോൾ വീണ്ടും എല്ലാ ജോലിക്കാർക്കും ഒരു ലീവ് ഉണ്ടല്ലോ പഠിച്ചോനെ. നമുക്കിതില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണണം അല്ലേ. അല്ലാതെ ഇപ്പം ഇതിപ്പോൾ എന്താണ് ചോറ് വെക്കുക, ചാറ് വെക്കുക, വിളമ്പുക, തിന്നുക. എന്നാൽ ശമ്പളം ഉണ്ടോ? അതും ഇല്ല, ശമ്പളവും ഇല്ല. സുബ്ഹാൻ്റെ മസ്ജിദിൽ സുബഹി വാങ്ങുയരുമ്പോൾ സുജൂദ് ചെയ്യുവാൻ തൗഫീഖ് അല്ലാഹ്. സുഖങ്ങളിൽ മുഴുകുമ്പോൾ ശുക്രോതി കൂടുവാൻ ഹക്കവനെ എന്നിൽ തുണച്ചിടണേ. ഹക്കും ബാത്തിലും നിച്ചിടണേ. അങ്ങനെ ഈ റൂം സെറ്റായി. ഈ റൂമത്തെ കലാപരിപാടികൾ കൃത്യം 4 മണി വരെ. എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട പുതിയൊരു വീഡിയോ ആയി